ഇപ്പോൾ വരുന്ന മറ്റൊരു റിപ്പോർട്ടിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി കേരളത്തിലെ തെരഞ്ഞെടുപ്പ് സമിതിയെ AICC നേതൃത്വം പ്രഖ്യാപിച്ചു. KPCC അധ്യക്ഷൻ K സുധാകരൻ അധ്യക്ഷനായ 33 അംഗ സമിതിയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. നിതിൻ, എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ഇത് തെരഞ്ഞെടുപ്പിന് കോൺഗ്രസ് നേരത്തെ തന്നെ ഒരുങ്ങുന്നു എന്നൊരു പ്രതീതി സൃഷ്ടിച്ചിട്ടുണ്ട് ഈ 33 അംഗ സമിതി പ്രഖ്യാപനത്തോടെ. അതിൽ ഏതൊക്കെ പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെട്ടിട്ടുണ്ട്? ലോക്സഭാ തെരഞ്ഞെടുപ്പിലുള്ള എല്ലാ ഒരുക്കങ്ങളിലേക്കും കോൺഗ്രസ് കടന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു പട്ടികയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും 33 അംഗ സമിതിയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ K സുധാകരനാണ് ചെയർമാൻ. കേരളത്തിലുള്ള 9 ലോക്സഭാംഗങ്ങൾ ഇതിൽ ഈ സമിതിയിലുണ്ട്. കൊടിക്കുന്നിൽ സുരേഷ്, അതോടൊപ്പം തന്നെ K മുരളീധരൻ, കൂടാതെ ബെന്നി ബെഹനാൻ, അതോടൊപ്പം തന്നെ രമ്യ ഹരിദാസ്, ശശി തരൂർ, MK രാഘവൻ, അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള MP ഈ സമിതിയിലുണ്ട്. അതോടൊപ്പം തന്നെ മുൻ KPCC അധ്യക്ഷനായ VM സുധീരൻ, കൂടാതെ മുല്ലപ്പള്ളി രാമചന്ദ്രനും ഈ സമിതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. സമിതിയുടെ പ്രധാനപ്പെട്ട പ്രവൃത്തി ഒന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണം, അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ, കൂടാതെ സ്ഥാനാർത്ഥി നിർണ്ണയമടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഈ സമിതിയാകും ഇനി കൂടിയാലോചന നടത്തുക. ഇതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ, കൂടാതെ KSU സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള 4 എക്സ് ഒഫീഷ്യോ അംഗങ്ങളെയും ഈ സമിതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ 37 അംഗ സമിതിയാണ് ഇപ്പോൾ AICC പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേരളം കൂടാതെ മറ്റ് പല സംസ്ഥാനങ്ങൾ, രാജസ്ഥാൻ, അതോടൊപ്പം തന്നെ തെലങ്കാന അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് സമിതിയും ഇപ്പോൾ AICC പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പുള്ള എല്ലാ ഒരുക്കങ്ങളിലേക്കും കോൺഗ്രസ് കടന്നു എന്ന് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെ വിവിധ സമിതികളെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തന്നെ കോൺഗ്രസ് പ്രഖ്യാപിച്ച് വരികയായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി കേരളത്തിലുള്ള തെരഞ്ഞെടുപ്പ് സമിതിയാണ് ഇപ്പോൾ AICC പ്രഖ്യാപിച്ചിരിക്കുന്നത്. KPCC അധ്യക്ഷൻ K സുധാകരൻ അധ്യക്ഷനായ 33 അംഗ സമിതിയാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനായി കേരളത്തിലേക്ക് AICC നേതൃത്വം പ്രഖ്യാപിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കളൊക്കെ ആ സമിതിയുടെ ഭാഗമാണ്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക തുടങ്ങിയ വലിയ ദൗത്യമാണ് ഈ സമിതിക്കുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കേരളത്തിലെ കോൺഗ്രസ് ഒരുങ്ങുന്നു എന്നതാണ് ഹൈക്കമാൻഡ് ഈ കമ്മിറ്റിയെ നിയോഗിച്ചതിലൂടെ വ്യക്തമാക്കുന്നത്.